ഹായ്, വെൽക്കം ടു വി ലേണിങ്സ്. ഞാൻ വിഷ്ണു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റിലേഷൻ ആൻഡ് ഫംഗ്ഷനിലെ ചെറിയൊരു ഭാഗമാണ്. ഓക്കെ, ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ്. ഓക്കെ, എന്താണ് ഒരു ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ് നോക്കാം. നോക്കൂ, എ ഫങ്ഷൻ f is to a tends to b is said to be invertible if there exists another function g is to b tends to a such that g of f equal to ia, identity function, and f of g equal to ib, identity function. ഓക്കെ, എന്താ പറയുന്നത്? ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണ് എപ്പോ f is to a tends to b എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്തും കൂടി ഉണ്ടാവണം, b is to a എന്ന് പറഞ്ഞ് b tends to a എന്ന് പറഞ്ഞ ഒരു g ഫംഗ്ഷൻ കൂടി ഉണ്ടാവും. അങ്ങനെ ആ രണ്ട് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ കോമ്പോസിഷൻ g of f ഉം f of g ഉം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഐഡന്റിറ്റി ഫംഗ്ഷൻ കിട്ടണം. ഓക്കെ, നോക്ക്, എന്താണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ? ഓക്കെ, നോക്ക്, ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നോക്കിക്കോ, ചെറിയൊരു കാര്യം കാണിച്ചുതരാം. ഐ എ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. അതായത് നോക്ക്, നീ ഒരു ഫംഗ്ഷൻ ചെയ്തു. ഓക്കെ, നീ ഒരു ഫംഗ്ഷൻ ചെയ്താൽ നിനക്ക് അതേ ഫംഗ്ഷൻ തന്നെ തിരിച്ചു കിട്ടണം. അതാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ ഇവിടെ കോമ്പോസിഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? അതേ ഫംഗ്ഷൻ തന്നെ തിരിച്ചു കിട്ടണം. ഓക്കെ, ഇത് ഞാൻ നമുക്ക് ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ a tends to b tends to a എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം. കാരണം എന്താണ്? a എന്തായി? b ന്റെ അവിടെ പോയി അല്ലേ? a എന്തായി? b ആയിട്ട് ചേഞ്ച് ആയി. b വീണ്ടും ആര് തന്നെയായി? a തന്നെയായി. ഇതാണ് നമ്മുടെ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എക്സ് എന്ത് തന്നെയാവും? എക്സ് തന്നെയാവും. ഓക്കെ, പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇൻവേഴ്സ് ഉപയോഗിക്കുന്നത്? ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പൗസ് ചെയ്യുക, എന്നിട്ട് എഴുതി വെക്കുക. ഓക്കെ, പിന്നെ നോക്ക്, എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു ഐഡന്റിറ്റി ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്? ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നോക്ക്, ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. ഓക്കെ, എഫ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്ക്, നമ്മളൊരു എക്സാമ്പിൾ f of 3 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും?
എക്സ് പ്ലസ് 3 ഈക്വൽ ടു 8 കിട്ടുന്ന ഒരു ഫംഗ്ഷൻ. അതിന്റെ ഇനി എന്താണ്, നമുക്ക് ഒറിജിനൽ വാല്യൂക്ക് 8ന്ന് ഇതിന്റെ ഒറിജിനൽ വാല്യൂയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ സോറി അങ്ങനെയല്ല, അതായത് എക്സ് ആണ് ഇവിടെ 3. ഓക്കെ, 3 പ്ലസ് 5 ഈക്വൽ ടു 8. ഓക്കെ, ഇങ്ങനെ വരും. ഓക്കെ, ഇനി നമുക്കിനി ഇതിന്റെ ഒറിജിനൽ വാല്യൂയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, എന്ത് ചെയ്യും? സിമ്പിൾ അല്ലെ, ഈ 8ന്ന് എക്സിനെ അങ്ങോട്ട് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഒറിജിനൽ വാല്യൂയിലേക്ക് തിരിച്ചു വരാം അല്ലെ. എന്ത് ചെയ്യണം? ഒറിജിനലിലേക്ക് തിരിച്ചു വരണമെങ്കിൽ എന്ത് സബ്ട്രാക്ട് ചെയ്യണം? 5 അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യണം അല്ലെ. അതുകൊണ്ട് എന്താണ്, അതുകൊണ്ട് എന്ത് വരും? g of x equal to അല്ലെ, g of x equal to എന്ത് വരും? x minus 5 വരും. നോക്കി, ഇത് എന്താണ് സംഭവം എന്നറിയാം ഇപ്പൊ പറഞ്ഞത്. അതായത് നമുക്ക് നമ്മുടെ x എന്ന് പറഞ്ഞത് 3 ആണെന്ന് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തു. ഇനി വീണ്ടും ഈ പറയുന്ന 3 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 8 minus 5 ചെയ്യണം. ഓക്കെ, അതായത് ഈ കിട്ടിയ സാധനമില്ലേ, കിട്ടിയ സാധനത്തിന്റെ അടുത്തുകൂടെ ആരിനെ മൈനസ് ചെയ്യണം? 5നെ മൈനസ് ചെയ്യണം. ഓക്കെ, എഫ് ഓഫ് 3 അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വീണ്ടും പഴയ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി നോക്കൂ, അങ്ങനെയെങ്കിൽ നമുക്ക് g of x നെ എന്തായിട്ട് എടുക്കാം? x മൈനസ് 5 ആയിട്ട് എടുക്കാം. x മൈനസ് എന്തായിട്ട് എടുക്കാം? 5 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇപ്പൊ എന്താവും? ഇപ്പൊ നോക്ക്, ഇപ്പൊ എന്താണ്? എഫ് ഓഫ് 3യും അതുപോലെ ഈ പറയുന്ന g ഓഫ് 8 എന്ന് പറയുന്ന സാധനം എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, അതായത് എന്ത് കിട്ടും? g ഓഫ് f ഓഫ് 3 എന്ന് പറയുന്നത് എന്താണ്? g ഓഫ് 8 ആണ്. അപ്പൊ എന്ത് കിട്ടും? 8 മൈനസ് 5 ഈക്വൽ ടു 3 എന്ന് കിട്ടും. എന്ത് കിട്ടും? 8 മൈനസ് 5 ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഓക്കെ, ഇനി നോക്ക്, നമുക്ക് എന്തെല്ലാം കിട്ടി? ഒറിജിനൽ വാല്യൂല് നമ്മൾ എന്താ ഇവിടെ ഇട്ട്? നമ്മൾ ഇട്ടത് x ആണ് അല്ലെ. x തന്നെ നമുക്ക് അവസാനം എന്ത് ചെയ്തു? തിരിച്ചു കിട്ടി. ഓക്കെ, ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമ്മളുടെ ഈ ഒരു ഇൻവേർട്ടിബിൾ ഫംഗ്ഷനിൽ കിട്ടേണ്ട കാര്യം. ഓക്കെ, ഇവിടെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എന്താ പറയാ, ഇതിനെ നമ്മൾ മാത്തമാറ്റിക്കൽ ഫോമിൽ എഴുതുകയാണെങ്കിൽ നോക്കിയോട്ടാ. ഓക്കെ, നമ്മൾ എന്ത് എഴുതും?